ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മക്കർ സംക്രാന്തി സ്പെഷ്യലായിട്ട് തിലിൻ്റെ ഗജക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ പീനട്ട് ചിക്കി നമ്മൾ റെഡിയാക്കുക. തിലിൻ്റെ ഗജക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്ത എള്ളില്ലേ, അതുകൊണ്ട് നമ്മളൊന്ന് റെഡിയാക്കുന്നത്. എല്ലാ സാധനവും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 500 ഗ്രാം എള്ളെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 250 ഗ്രാമിൻ ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ 300 ഗ്രാം ക്വാണ്ടിറ്റിയിലും കുറച്ചായിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പം ഇവിടെ മക്കർ സംക്രാന്തി അല്ലേ, ഉത്തരായണൊക്കെ പട്ടമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എല്ലാവരും വീട്ടിലുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഇച്ചിരി അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവരും കഴിക്കും. അതുകൊണ്ടാണ് ഇച്ചിരി അധികം. നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എള്ളാണെങ്കിൽ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ, കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് വരത്തില്ല അന്നേരം. അപ്പോൾ അത് നന്നായിട്ട് പൊട്ടിത്തുടങ്ങത്തില്ല. ആ നേരം ആകുമ്പോൾ നമുക്ക് അതിന് വേറെ പാത്രത്തോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഞാനാണ് കപ്പലണ്ടി 300 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തൊലിയൊക്കെ സെപ്പറേറ്റായി നമുക്ക് കയ്യിലൊന്ന് എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പൊട്ടി തുടങ്ങുമ്പോൾ അത്രയും മതി കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റി വേറൊരു പാത്രത്തോട്ട് അത് മാറ്റി കൊടുക്കാം. തണുത്ത് കഴിയുമ്പോൾ തൊലിയൊക്കെ മാറ്റി ഒരു കട്ടോരിയും കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നുവെച്ചാൽ ഒരു കപ്പലണ്ടിയുടെ 2 ഭാഗമായിട്ട് മാറണം. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ, മുഴുവനായിട്ട് വെക്കല്. അപ്പോൾ അത് എള്ളൊക്കെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ തണുത്തിട്ടുണ്ട്. അതൊരു മിക്സി ജാറിട്ട് പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ പിന്നെ അടിക്കുകയാണെങ്കിൽ പൊടിഞ്ഞ് വരുത്തില്ല. പിന്നെ എണ്ണ സെപ്പറേറ്റ് ആയി തുടങ്ങും. എണ്ണ ഇറങ്ങാൻ പാടില്ല കേട്ടോ. എണ്ണ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണ്ണ ടേസ്റ്റ് വന്നാൽ കഴിക്കാൻ തീരെ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അത് പിന്നെ അങ്ങനെ ഹൈ സ്പീഡിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. പേൾസിൻ്റെ മുടി വെച്ചിട്ട് കുറഞ്ഞ് പതുക്കെ കറക്കി വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര എള്ളെടുത്തേക്കെന്ന് വെച്ചാൽ അത്രയും തന്നെ നമുക്ക് ശർക്കര എടുക്കണം. വേണമെങ്കിൽ ഞാനിപ്പോൾ ആണെങ്കിൽ 500 ഗ്രാം എള്ളെടുത്തിട്ടില്ല, അപ്പോൾ 500 ഗ്രാം തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം മധുരം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു 600 ഗ്രാം വരെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ ആവട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചേക്കുക കേട്ടോ, കരിഞ്ഞൊന്നും പോവാതെ സൂക്ഷിക്കണം. പിന്നെ അപ്പോൾ നമ്മൾ ഏതിലാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ നെയ്യൊക്കെ തടവി ഗ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ പാത്രം. അപ്പോൾ നമ്മൾ എള്ളുമുട്ടായി അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മളാണെങ്കിൽ ഇത് ഗജൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം എള്ളുമുട്ടായൊക്കെ ആകുമ്പോൾ ശർക്കര ഇച്ചിരി കൂടെ ഒന്ന് നല്ലതായിട്ട് പൊട്ടുന്ന പാകം വേണം. ഇതിപ്പോൾ നമുക്ക് അത്രയും വേണ്ട. ലഡ്ഡു ഫോം നമ്മുടെ കയ്യിലേക്ക് ഉരുട്ടി നോക്കുമ്പോൾ ഇതുപോലെ ആയി വരുന്നുണ്ടെങ്കിൽ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് അതാണെങ്കിൽ എള്ളിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. ഇനി പെട്ടെന്ന് സ്പീഡിൽ ചെയ്യണം. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് അത് സെറ്റായി പോകും കേട്ടോ. തണുക്കുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇത് സെറ്റാവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിൽ നമുക്കിത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ തന്നെ വേണേ ചെയ്ത് കൊടുക്കാനായിട്ട് സെറ്റാക്കി കൊടുക്കുക. ഇതുപോലെ അമക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഏത് ചെറുത്ത് വലുത് എങ്ങനെ പീസ് വേണ്ടതെന്ന് വെച്ചാൽ അത് മുറിച്ച് കൊടുക്കണേ. ഇതുപോലെ മുറിച്ച് വെക്കണം നമ്മൾ. ഇനി ഇതിവിടെ നിന്ന് തണക്കട്ടെ, സെറ്റാവട്ടെ. 1 മണിക്കൂർ സമയം പിടിക്കും കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് ഇനി കപ്പലണ്ടി മുട്ടായി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അതും കാണാം. 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി എത്ര കപ്പലണ്ടി എടുത്തേക്കെന്ന് വെച്ചാൽ അത്രയും തന്നെ നമുക്ക് ശർക്കര വേണം. 300 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ 300 ഗ്രാം തന്നെ ശർക്കര എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നമ്മളാണെങ്കിൽ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ പൊട്ടിച്ച് നോക്കുമ്പോൾ 2 കഷ്ണമായിട്ട് പൊട്ടി വരണം. ഇത് നമ്മൾ എള്ളുമുട്ടായിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കപ്പലണ്ടി മുട്ടായിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പൊട്ടിയതേ കണ്ട ഇതുപോലെ വരണം. പിന്നെ നമ്മളിങ്ങനെ പാത്രത്തിൽ ഇടുമ്പോൾ ഒച്ച കേൾക്കും നമുക്കിങ്ങനെ. അപ്പോൾ അതനുസരിച്ച് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് ഇത് ശർക്കര ഇതുപോലെ ആയി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം, ഹൈ ഫ്ലെയിമിൽ ചെയ്യാൻ പാടില്ല. പിന്നെ അല്ലെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ, കരിഞ്ഞു പോയ ശർക്കര നമ്മുടെ. അത് നമുക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ എവിടെ നമ്മൾ സെറ്റാക്കുന്നത് വെച്ചാൽ അവിടെ നെയ്യ് തടവി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ചെയ്യണം. ഇതും പെട്ടെന്ന് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ തന്നെ കിടന്ന് കടായിൽ തന്നെ അത് സെറ്റായി പോവും. അപ്പോൾ അതായത് അവിടെ നെയ്യ് തടവി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണേ ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന കമ്പില്ലേ, അതിട്ട് നമ്മൾ ഇതുപോലെ പരത്തി നമുക്കിത് അപ്പം തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചൂടോടെ തന്നെ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ അൺഈവൻ ഷേപ്പിൽ അത് വരും. അപ്പോൾ ഒരു കാണാൻ ലുക്ക് വരുത്താം. നമുക്ക് പുറത്ത് കാണുന്ന കൂട്ട് വേണ്ടേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് അന്നാലും തന്നെ ചൂടോടെ ചെയ്യണം. ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം അതിന് തണുക്കാൻ അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കി ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടി വരും കേട്ടോ. എൻ്റെ ഇപ്പോൾ ചൂടാകണ്ട് നടുക്ക് ഭാഗം ചൂടായിട്ടിരിക്കുക, സൈഡ് ഭാഗമൊക്കെ തണുത്ത് അതൊക്കെ തന്നെത്താനെ ഇളകി വരുന്നുണ്ട് കണ്ട. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിത് തണുക്കാൻ അനുവദിക്കണം. അതിന് ശേഷം എനിക്ക് ധൃതി കാരണം കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാനുള്ള ധൃതിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.